പ്രിയമുള്ളവരെ, ഇന്നലെ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ലോബിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത്. ഇതിൽ 2023 G7 ഹിരോഷിമ സമ്മിറ്റ് നടന്ന സ്ഥലമാണ്. ഈ ഹോട്ടലിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള 7 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രധാനമന്ത്രിമാർ താമസിച്ച സ്ഥലം. കൂടാതെ ഹിരോഷിമയിലെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലാണിത്. ഈ ഒരു സ്റ്റാച്യുവിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ജപ്പാൻ ഭാഷയിൽ അല്ലെങ്കിൽ ജപ്പാനീസുകൾക്ക് എന്തെല്ലാമോ കഥകൾ ഈ സ്റ്റാച്യുവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. വളരെ വിശാലമായ ഹോട്ടൽ ലോബിയാണ് ഇത്. ഹോട്ടലിനകത്ത് തന്നെ സോവനീറുകളും ഡ്രസ്സുകളും ലിക്കറും എല്ലാം നമുക്ക് ഇഷ്ടംപോലെ വാങ്ങാം. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ലോബിയിൽ എത്ര സമയം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ആംബിയൻസ് ആസ്വദിച്ച് ഇരിക്കാം. ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് ഒസാക്കയിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടൽ ലോബിയിൽ നിന്നും പുറത്തു കടന്നാൽ നമുക്ക് വിശാലമായ ഒരു കടൽ തീരം കാണാം. ഇവിടെ കപ്പലുകൾ വന്ന് അടുക്കുന്നതും ചെറിയൊരു ബോട്ടും ഇവിടെ ഉണ്ട്. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ധാരാളം സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. കടകളെല്ലാം 10 മണിക്കാണ് തുറക്കുകയുള്ളൂ. എല്ലാം വീൽ ചെയർ ഫ്രണ്ട്ലിയാണ്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയവർക്കും പ്രായമായവർക്കും ഇവിടെ എല്ലാ സ്ഥലങ്ങളും ആക്സസിബിൾ ആണ്. നമ്മൾ ഹോട്ടലിന് പുറത്തേക്ക് വരികയാണ്. G7 വിവരങ്ങൾ ഇവിടെ വിശദമായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് പ്രിൻസ് ഹോട്ടൽ ഹിരോഷിമ G7 സമ്മിറ്റ്. കുറച്ച് നീങ്ങി ഹോട്ടലിന് മറുവശത്താണ് കടൽ തീരമുള്ളത്. ഇതാണ് ഹോട്ടലിലെ ഫ്രണ്ട് വ്യൂ. ചെക്ക് ഔട്ട് ചെയ്ത് പോകുന്നവരും ചെക്ക് ഇൻ ചെയ്യുന്നവരും ധാരാളമായി ഉണ്ട്. കടകളൊക്കെ ക്ലോസ്ഡ് ആണ്. ബട്ട് ഒരു കട ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ ഒന്ന് പോയി നോക്കാം. ഓഫറുകളുണ്ട്. 100 yen.
സെവൻ സിസ്റ്റേഴ്സ് എന്നാണ് ഈ കടയുടെ. ഇസ് ഇറ്റ് ക്ലോസ്ഡ്? ക്ലോസ് ഓപ്പൺ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓ, സെവൻ സിസ്റ്റേഴ്സ്. ഓക്കെ, ഒരു കട ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് അതിനുള്ളിലേക്കൊന്ന് കയറി നോക്കാം.